അപ്പവും പാലും ഉണ്ടാക്കില്ലേ പെസഹക്ക്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അപ്പവും പാലും എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഞാനിങ്ങനെ ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ്സോളം ഉഴുന്നിട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊരു 2-3 അപ്പം മതി കേട്ടോ. അപ്പോൾ 3/4 ഗ്ലാസ് ഉഴുന്നിട്ടിട്ടുണ്ട്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ആദ്യം. ഇത് നന്നായിട്ട് തന്നെ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് മാറ്റാം കേട്ടോ. അത് ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലാണ് ഇത് എടുക്കുന്നത്. ഒരു തേങ്ങയുടെ 3/4 തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരുപാട് എടുത്തിട്ടില്ല കേട്ടോ. ഇത് കൂടി നമുക്ക് ആ മിക്സിയുടെ ജാറിലിട്ട്, കുഞ്ഞ് ജാറിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. 2 വെളുത്തുള്ളി, 2 മതി കണക്കിന്. ഞാനിത് ചെറുതായിരുന്നു ഇപ്പോൾ ഒരു 4 ഇട്ടേക്കണത്. അപ്പോൾ 2 വെളുത്തുള്ളി മതി കേട്ടോ. എൻ്റെ ഇതിൽ 2 വെളുത്തുള്ളി മതി കേട്ടോ, ഒരുപാട് അതിൻ്റെ ഫ്ലേവർ വേണ്ട. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു നുള്ളോളം അല്ലെങ്കിൽ ഒരു 1/4 സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിടാണ്ടും ആൾക്കാരുണ്ടാക്കും, ഉപ്പിട്ടും ഉണ്ടാക്കും. അപ്പം ഞാനൊരു പൊടിക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനകത്തോട്ട് ഞാൻ കൈയിട്ട് നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണ്ടേ. ഇതിനകത്തോട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കും. അരിപ്പൊടിയില്ലേ, അരിപ്പൊടി, ചിലവർ വറുത്തരിപ്പൊടി, അതായത് നമ്മൾ പത്തിരിക്കും നൂലപ്പത്തിനൊക്കെ എടുക്കണ പൊടിയില്ലേ, ആ പൊടി ചേർത്ത് കൊടുക്കും. ചിലവർ പച്ചരി ഇല്ലേ, അത് കുതിർത്ത് പൊടിച്ചിട്ട് അരിച്ച് അത് ജസ്റ്റ് ഒന്ന് അത് മേലൊന്ന് ആവി കയറണം. ജസ്റ്റ് ഒന്ന് ഓട്ടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിൽ ആവി കയറിയിട്ട് പകുതി ഒന്ന് വെന്ത പൊടി എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ പൊടി ചേർത്ത് കൊടുക്കും. ഞാൻ ഇത് രണ്ടിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യണത് ഈ പച്ചരി കുതിർത്തിട്ട് പൊടിച്ചിട്ട് ചെയ്യണ രീതിക്കാണ്. ഉപ്പിടാത്ത അപ്പോക്കി ഉണ്ടാക്കും. ഞാനിവിടെ ഒരു നുള്ള് ഉപ്പുണ്ടെന്ന് പറയാം, എന്നാൽ ഉപ്പില്ലെന്നും പറയാം. ആ രീതിക്ക് ഇത്തിരി ഉപ്പിട്ട് വെക്കണ്ട കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണ്ടേ. ഈ പൊടി കണ്ടോ, വേണ്ട, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കണ ആ പൊടിയും കൂടി ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഞാൻ ആ പൊടി എന്ന് പറഞ്ഞത് കേട്ടോ. ഞാൻ പച്ചരി കുതിർത്തിട്ട് പൊടിച്ചത് തന്നെ ഞാൻ എൻ്റെ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. എന്നിട്ട് അരിപ്പ കൊണ്ട് അരിച്ചത്. എന്നിട്ട് ഞാൻ അതിൻ്റെ കട്ടിയില്ലാണ്ട് ഒന്ന് ചൂടാക്കി കേട്ടോ. ചൂടാക്കിയിട്ട് അരിപ്പ കൊണ്ട് അരിച്ചിട്ട് കട്ട മാറ്റിയിട്ട് കട്ടിയില്ലാത്തതാണിത്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് എന്തോരം അളവ് വരുമെന്നൊന്നും എനിക്ക് വല്ല പിടുത്തൂല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് മിക്സ് ചെയ്ത് ഒരു ദോശമാവിനേൽ ഇച്ചിരി കൂടി കട്ടിയിൽ കേട്ടോ, ആ പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഇതിങ്ങനെ കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 അപ്പത്തിനുള്ളത് മതി. പിന്നെ ഞാൻ ഇതല്ലാതെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഈ മാവിൽ നിന്ന് തന്നെ ഒരു ഇച്ചിരി മാവ് എടുത്തിട്ട് തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഇട്ട് ഒരപ്പം ഉണ്ടാക്കും കേട്ടോ. പിന്നെ കട്ടിയില്ലാതെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. ഒരു ഇച്ചിരി കൂടി പൊടി മതിയാവും. അല്ലെങ്കിൽ കട്ട ഒന്ന് ഉടച്ച് നോക്കട്ടെ, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടിയപ്പോൾ ആ കറമ്പലില്ലേ, കറമ്പൽ വരാത്ത രീതിക്ക് ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടോ. പണ്ട് അമ്മക്ക് ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്ത് വെച്ചത് ഞാനാണേ. ഇവിടെ എനിക്കിപ്പോൾ പൊടി ഇട്ട് തന്നത് ഇവുവാണേ, ഇവോച്ചിയാണ് പൊടി ഇട്ട് തന്നത്. അമ്മ ഈ പൊടി ചേർക്കുന്ന സമയത്ത് വറുത്ത അരിപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കും. അങ്ങനെയും ഞാൻ ചെയ്യും. കഴിഞ്ഞ പോലെ ഞാൻ വറുത്തരിപ്പൊടിയിലാണ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ പച്ച അരിയിൽ അപ്പവും ഉണ്ടാവും. പിന്നെ മറ്റേ വേറൊരു അപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ല, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ വേറൊരു അപ്പം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ. ഇത് നമ്മുടെ കുഞ്ഞുള്ളി ഒരു 10-25 എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നന്നാക്കിയിട്ട് ഇതേപോലെ കനത്തിൽ വട്ടത്തിൽ ഞാൻ അരിഞ്ഞെടുത്തേക്കണം. നൈസായിട്ട് അരിഞ്ഞെടുക്കണം. മക്കയായിട്ടുള്ള തേങ്ങയില്ലേ, ഇപ്പോൾ വെള്ളം വലിഞ്ഞ തേങ്ങ ഉണ്ടാവില്ലേ, തേങ്ങ പൊട്ടിക്കുമ്പോൾ വെള്ളമില്ലാത്ത, പിന്നെ കഴുന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മൊത്തത്തിൽ പോന്നിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കണം, അങ്ങനത്തെ തേങ്ങയാണ് ഞാൻ എടുക്കണം. എന്നിട്ട് ആ തേങ്ങയുടെ ആ കറമ്പൽ ചെത്തിക്കളഞ്ഞിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കണം കേട്ടോ. ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കണം, എൻ്റെ അമ്മ എന്നെ കാണിച്ചു തന്നേക്കുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും വേണം. ഇത് രണ്ടും വെളിച്ചെണ്ണയിൽ വറുത്ത് മാറ്റണം. ആദ്യം നമുക്ക് തേങ്ങ വറുത്ത് മാറ്റിയിട്ട് ഉള്ളി വറുക്കാം. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് ചുട്ടെടുക്കണത് കേട്ടോ. അപ്പം ഇത് ആദ്യം പിന്നെ ചെയ്യാം. അപ്പം ഇത് കണ്ടോ, ഈ മാവ് ഇന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ടേ. ഇത് പാകത്തിനാണ്. അപ്പം അതിന് ഞാൻ കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഒരു 2-2.5 കൈയിലോളം ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. നമുക്ക് അപ്പം ചൂടാട്ടോ. ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ട് മാറിയിരിക്കട്ടെ. ഈ പാത്രത്തിലാണ് ഞാൻ ആദ്യത്തെ അപ്പം ചൂടുന്നത്. അപ്പം കണ്ടോ, ഈ അപ്പത്തിന്
ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ. എനിക്കൊരു 2 or 3 ഒപ്പം മതി. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ കേട്ടോ കണക്ക്. ഞാനൊരു 3 സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യണ്ടേ. ഇത് അപ്പം മുകളിലോട്ട് വെക്കണേ. വെച്ചിട്ട് നമുക്ക് കർത്താവേ ഷോയ് ഓക്കെ. അപ്പത്തിലോട്ട് ഞാൻ കുരിശ് വെക്കാണേ. അയ്യോ കൊള്ളണം. തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ നന്നായിട്ട് തന്നെ കളറ് മാറി വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി കൂടി ഒന്ന് കളറൊന്ന് മാറിയിക്കട്ടെ. എന്നിട്ട് നമുക്കിത് മാറ്റാം. കരിഞ്ഞ ഓരുതേ ഇച്ചിരി കൂടി ഒന്ന് എല്ലായിടത്തും ഒന്നും കൂടി ഒന്ന് മൊരിയണം. അപ്പോൾ ആ തേങ്ങ വറുത്ത മണം വരില്ലേ, ഇത്രയും നേരം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. തേങ്ങന ദേ ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഉള്ളിയില്ലേ അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് വട്ടം വട്ടം അരിഞ്ഞേക്കണേനെ. മാറ്റി വെച്ച മാവ് കേട്ടോ. ആ മാവിലോട്ട് ഇതങ്ങാട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ചീനച്ചട്ടി ഞാൻ വെച്ചിട്ട് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളിയും തേങ്ങയും വറുത്ത വെളിച്ചെണ്ണയില്ലേ, എന്നിട്ട് ആ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കണത്. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് ഇതാക്കാം. ഇതാണ് ആ സംഭവം. ഒരു സ്പൂണിൽ മേലെ വേണ്ടി വരും കേട്ടോ. 1 സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കണ്ടേ. സൈഡിലോട്ട് കണ്ടോ. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പരത്തി നമുക്കിങ്ങനെ വിട്ട് കിട്ടണ പാത്രമായിരിക്കണം കേട്ടോ. അപ്പം അതിനകത്തോട്ട് വെക്കാം. ഞാനിത് എൻ്റെ ചെറിയ അടപ്പിലോട്ട് ഞാൻ വെക്കണേ കേട്ടോ. അടപ്പിലോട്ട് ഞാൻ വെച്ച് കൊടുക്കണേ. ഇതേപോലെ ഇതിങ്ങനെ സാവധാനം ലോ ഫ്ലെയിമിലിരുന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇത് കണ്ടോ ഇതേപോലെ ഇരിക്കുവേ. ഉണ്ടോ ഉപ്പൊക്കെ നോക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മാവിന് ഉപ്പുണ്ട്, പിന്നെ നമ്മൾ ഉള്ളിക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുമല്ലോ. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടി. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടണമെന്നില്ല. അപ്പം മാവിലുള്ള ആ ഉപ്പ് മതി കേട്ടോ. ഏകദേശം ഒരു 2.5 കപ്പ് 3 കപ്പോളം ഉണ്ടാവുള്ളൂ. അത്രയും നല്ല തേങ്ങയായിരുന്നു. അതുമല്ല നല്ലോണം കഴമ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു തേങ്ങ വലുത് തന്നെ ഞാനൊന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഒരു 3 കപ്പോളം ഉണ്ട് കേട്ടോ. ഇത് 3 കപ്പിൽ താഴെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ പാലുണ്ടാക്കുന്നത്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള മധുരം, അതായത് ശർക്കര നീര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് പാകത്തിനുള്ള മധുരം മിക്സ് ചെയ്യും. ഞാനിതിങ്ങനെയാണ് മിക്സ് ചെയ്യണത്. ഇനി പാകത്തിനുള്ള മധുരം നോക്കാം. 1.5 സ്പൂണോളം വറുത്തരിപ്പൊടി, ഒരു 2-3 സ്പൂൺ തേങ്ങാപ്പാലിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണ്ട, കട്ടിയില്ലാണ്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ആ പാലിലോട്ട് കൊടുക്കാനുള്ളതാണ്. എന്നിട്ട് കയ്യെടുക്കാതെ തന്നെ ഇതിങ്ങനെ ഇളക്കി കുറുക്കി കൊണ്ടുവരാം കേട്ടോ. വേറെ ഒരു സംഭവവും ഇതിനകത്തിടില്ല. ഞാൻ ചിലർ ഏലക്കായൊക്കെ ഇടും. പിന്നെ അത് ലാസ്റ്റ് ഇറക്കാൻ നേരമാകുമ്പോൾ കുരുത്തോല വെച്ച് ഒരു കുരിശ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇടുവേ. ഇങ്ങനെ ഒരു കുരിശ് ഞാൻ ഉണ്ടാക്കും കേട്ടോ. ആ കുരിശ് ആ പാല് റെഡിയായി വരുമല്ലോ, കുറുകി സെറ്റായി വന്ന സമയത്ത് ഞാൻ അതിനകത്തോട്ട് ഇട്ട് ഞാൻ ഇത്തിരി കൂടി മധുരം ഒഴിച്ചായിരുന്നു കേട്ടോ. മധുരം ഒരിത്തിരി കുറവുണ്ടായിരുന്നു. ഒരിച്ചിരി കൂടി അരിപ്പൊടി ഞാൻ ഒന്നും കൂടി കുറുക്കി അതിനകത്തോട്ട് ഇട്ട് ഇത്തിരി കുറുകൽ കുറവായിട്ട് തോന്നി. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പവും പാലും ഒക്കെ റെഡിയായി. എൻ്റെ പാലാണ് കേട്ടോ ഇത്. അതൊരു കുരിശ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കണതാണേ. ഈ അപ്പത്തിന് ആ ഉള്ളിയൊക്കെ ഇട്ടുണ്ടാക്കിയ അപ്പമില്ലേ, ആ അപ്പമാണേ. 3 അപ്പമുണ്ട്. കറക്റ്റായിരുന്നു കേട്ടോ 3 അപ്പം. അപ്പോൾ കുരിശ് വെച്ചതാണ്. അപ്പം ഇതൊക്കെ ഇനി ചൂടാറി ഞാനൊരു പാത്രമിട്ട് മൂടി വെച്ചിട്ട് പള്ളിയിലത്തെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഈ സംഭവമൊക്കെ നമ്മൾ കഴിക്കണത്. ജോയ്സൺ മുക്കിത്തരുമ്പോഴാണ് നമ്മൾ കഴിക്കണത്. അപ്പോൾ ഇതിൻ്റെ പാലിൻ്റെ ചൂടൊന്നും ആറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയ്യിലൊന്ന് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാട് ചൂടൂലേ. അപ്പോൾ ഇതിൻ്റെ ഏറിയപ്പം, ഇതിന് ഇണ്ടേറിയപ്പം എന്നാണ് കേട്ടോ പാഞ്ഞ് പറഞ്ഞത്. ഇതിന് ഇണ്ടേറിയപ്പം എന്നാടി പറയണേന്ന് പറഞ്ഞ്. ഇത് നമ്മുടെ വെള്ള കളറിലപ്പം.
അപ്പോൾ കുരിശ് വെച്ച അപ്പമാണ്. അപ്പോൾ ഇത് പള്ളിയിലത്തെ കഴിഞ്ഞ് വന്നിട്ട് പെസഹ മുക്കി ജോയ്സ് ഞങ്ങൾക്ക് അപ്പവും പാലും മുക്കിയിട്ട് ഞങ്ങൾക്ക് തരും. അപ്പോൾ എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും കേട്ടോ.